തന്നെ സ്റ്റീരിംഗ് ബോക്സ് പോവുക, അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചു പോകുക, അല്ലെങ്കിൽ 60K ഒക്കെ റൺ ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് ഫിൽറ്റർ എന്നറിയില്ല. നമ്മൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ചാനലിൽ കൂടുതൽ നമ്മൾ പ്രീമിയം കാർസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ സൺഡേ എപ്പിസോഡായിട്ട് എല്ലാ ഞായറാഴ്ചയും ആൾമോസ്റ്റ് വെറൈറ്റി ഒരു എപ്പിസോഡ്, ഒന്നെങ്കിൽ വെഹിക്കിളിന്റെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ്, അങ്ങനത്തെ ഒരു എപ്പിസോഡുകളാണ് എല്ലാ സൺഡേ നമ്മൾ ചാനലിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു പുതിയൊരു എപ്പിസോഡായിട്ട് എല്ലാവരും കണക്കാക്കേണ്ടതാണ്. നമ്മൾ എല്ലാ വെഹിക്കിൾസിനും ആൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് ആൾമോസ്റ്റ് എസ്റ്റിമേറ്റ് കാര്യങ്ങൾ നമ്മൾ വെഹിക്കിളിന്റെ സർവീസും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ സൺഡേ ഇങ്ങനത്തെ ഒരു എപ്പിസോഡായിരിക്കും നമ്മൾ ചാനലിൽ വരികയാവും. സോ ഇന്ന് നമ്മളെ കയ്യിലുള്ളത് BMW തന്നെ X1 ആണ്. അറിയാലോ, എല്ലാവർക്കും പ്രീമിയം കാർസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് അറിയാനായിരിക്കും കൂടുതൽ താല്പര്യം. അറിയാലോ, അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഓവർ ബേർഡൻ ആണ്, അതുപോലെ തന്നെ കൊണ്ടടക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാവും. പക്ഷേ ഇതിൽ എത്രയൊക്കെ ശരിയുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ശരിയുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ഒരു മിത്തും കൂടെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്, അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു വെഹിക്കിളിന്റെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാം. സോ എന്റെ കയ്യിലത് BMW തന്നെ X1 വേരിയന്റ് 2017 കേട്ടോ. ഇതൊരു M Sport വേരിയന്റ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ X1ന്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് ആൾ ഓവർ ഇന്റീരിയർ എന്നതിന്റെ പാനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി മോഡലാണ്. സോ ഇതിൽ ഞാൻ കൂടുതലും കുറച്ച് റിസർച്ചും കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ നിന്നൊക്കെ അന്വേഷിച്ചിട്ട്, അതായത് നമ്മൾ BM ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ബെൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ BMന്റെ നമ്മൾ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ആൾമോസ്റ്റ് എസ്റ്റിമേറ്റ് ഇത് 100% എല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 99% ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ആൾമോസ്റ്റ് മെയിൻ്റെനൻസ് ഈ ഒരു രീതിക്കാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ജസ്റ്റ് ഞാനൊരു ഡീറ്റെയിൽസ് ഞാനോട് പറഞ്ഞുതരാം. BMൽ ആൾമോസ്റ്റ് 10,000 to 15,000 കിലോമീറ്റർ റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെഹിക്കിൾ സർവീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1 year. ഇതാണ് ഇതിന്റെ ഒരു പീരിയഡും കാര്യങ്ങളും ഈ ഒരു രീതിക്കാണ് വരുന്നത്. ഒന്നെങ്കിൽ 10,000 കിലോമീറ്റർ to 15,000 കിലോമീറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 yearലാണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ സർവീസും കാര്യങ്ങളും ചെയ്യേണ്ടത്. സോ ഈ ഒരു വെഹിക്കിളിന് നമ്മൾ 10,000 to 15,000 കിലോമീറ്റർ റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസ് ആണ് വരുന്നത്. നോർമലി നമ്മളൊരു വെഹിക്കിൾ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മേജറായിട്ട് മാറേണ്ടത് എന്താ എല്ലാവർക്കും അറിയാം, ഓയിൽ ഫിൽറ്ററും ആണ് കൂടുതലും കാര്യങ്ങളും മാറേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയാണ് ബാക്കി ഈ ഒരു വെഹിക്കിൾ അഡീഷണലി ചില ക്യാബിൻ ഫിൽറ്റർ മാറേണ്ടി വരും, ചില സമയത്ത് ഫ്യൂൽ ഫിൽറ്റർ മാറേണ്ടി വരും, അങ്ങനെ ചിലത് വൈപ്പർ ബ്ലേഡ്, ബ്രേക്ക് പാഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മാറുമ്പോഴാണ് ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും വരിക. നോർമൽ മെയിൻ്റെനൻസ് ഓയിൽ ഫിൽറ്റർ അങ്ങനത്തെ ചെറിയ പീരിയോഡിക് നോർമൽ മെയിൻ്റെനൻസിന് ആൾമോസ്റ്റ് ഒരു 15 to 20 നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു വെഹിക്കിൾ എടുക്കുമ്പോൾ. നോർമൽ കാറല്ല, അറിയാലോ, സാധാരണ കാർ 10,000 അല്ലെങ്കിൽ 8,000 ചെയ്യും. പക്ഷേ ഇത് അറിയാലോ, അന്ന് ഒരു ഏകദേശം 80-90 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന വണ്ടികളാണ് പലതും. അതുപോലെ തന്നെ 70 ലക്ഷം, ഇപ്പൊ നമുക്ക് ഒരു 10 ലക്ഷം 15 ലക്ഷത്തിന് വെഹിക്കിൾ കിട്ടുന്നുണ്ട് തന്നെ ഉള്ളൂ. സർവീസിന്റെ കാര്യത്തിൽ ഇത് ഓതറൈസ്ഡ് സർവീസ് ഷോറൂം എന്നല്ല, ഞാൻ പുറത്തത്തെ സർവീസ് പാക്കേജ് ആണ് പറഞ്ഞത്. 15 to 20 ഓതറൈസ്ഡ് ആകുമ്പോൾ എന്തായാലും ഒരു 10 to 20 അല്ലെങ്കിൽ 30 to കൂട്ടേണ്ടതാണ്, അറിയാലോ. അപ്പൊ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് നോർമലായിട്ട് വരുന്നത്, ആ ഒരു സർവീസാണ്. രണ്ടാമത് വരികയെന്ന് വെച്ചാൽ ഇതിന്റെ ഓരോരോ കോസ്റ്റും കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വെഹിക്കിളിന്റെ ക്യാബിൻ ഫിൽറ്റർ, ഉദാഹരണം ക്യാബിൻ ഫിൽറ്റർ എന്ന് അറിയില്ല, നമ്മൾ ഈ ഒരു വെഹിക്കിളിന്റെ ഇതിനുള്ളിൽ നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളും ഉണ്ടാവും ഇന്ത്യയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫിൽറ്ററിന് ആൾമോസ്റ്റ് വരിക ഒരു ഷോറൂമിന് ആണെന്നുണ്ടെങ്കിൽ 3,000 to 4,000, അതായത് 3,000 to 4,000 ആണ് നമ്മുടെ ഷോറൂമിൽ ക്യാബിൻ ഫിൽറ്ററിന് വരുന്നത്. ഇനി നോർമൽ, അതായത് പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഏകദേശം ഒരു 800 അല്ലെങ്കിൽ 1000 മുതൽ 2,500 അങ്ങോട്ട് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ബ്രേക്ക് പാഡ്, ഇപ്പൊ ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയം കൊണ്ട് മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വെഹിക്കിളിന്റെ യൂസിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടത്. ഇപ്പൊ നമ്മൾ കൂടുതലും ഒരു ഗട്ടർ അല്ലെങ്കിൽ ട്രാഫിക്കിലോടൊക്കെ പോകുമ്പോൾ നമ്മൾ ആൾമോസ്റ്റ് ബ്രേക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട്, കാരണം കൂടുതൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ ബ്രേക്ക് എന്ത് ചെയ്യും, തേയ്മാനം വരും, വെയർ ഔട്ട് ആവും. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരു 10,000 കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം പറയട്ടെ, 10,000 കിട്ടും എന്നല്ല പറയുന്നത്, 10,000 കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ ഇതിലിപ്പോൾ ഒരു 10,000 കിട്ടുക, അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ചേഞ്ച് വരിക. നമ്മൾ എത്രത്തോളം ഇതിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്നു അത്രത്തോളം ഇതിൻ്റെ ബ്രേക്ക് തേയ്മാനം വരും, അറിയാലോ. അപ്പോൾ അത് കരുതിയിട്ട് ബ്രേക്ക് ചവിട്ടാതെ വണ്ടി എടുത്ത് പോയാൽ എന്താവും, അപകടം വരും. അതുകൊണ്ട് ബ്രേക്കിന് ആൾമോസ്റ്റ് BMW ഓതറൈസ്ഡ് ഷോറൂമിൽ ഒരു 30,000 to 35,000 നമ്മൾ പ്രതീക്ഷിക്കണം.
അറിയാലോ 30,000 to 35,000 പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 6 മുതൽ 15 വരെ അല്ലെങ്കിൽ 6 മുതൽ 20 വരെ നല്ല സാധനങ്ങൾ കിട്ടാനുണ്ട്. പിന്നെ ബ്രേക്ക് ആണ്, അറിയാലോ നമ്മളെ ലൈഫ് റിസ്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങൾ എടുക്കുക. ആൾമോസ്റ്റ് ഇതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. ഇതിലും കുറഞ്ഞത് അവൈലബിൾ ആണ്, അറിയാലോ. അതൊക്കെ അവനവൻ്റെ ചോയ്സിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സംഭവമാണ് വെഹിക്കിൾ ആൾമോസ്റ്റ് ഒരു 60K ഒക്കെ റൺ ചെയ്യുമ്പോൾ, ഒരു 60,000 കിലോമീറ്ററിലൊക്കെ റൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരു നമ്മൾ സ്പാർക്ക് പ്ലഗ് ഈ 60,000 കിലോമീറ്ററിൽ ബാക്കി കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. AC ഉണ്ടാവും, AC ഫിൽറ്റർ ഉണ്ടാവും, ചിലപ്പോൾ എയർ ഫിൽറ്റർ ഉണ്ടാവും, അതായത് പിന്നെ ബാക്കി പീരിയോഡിക് സർവീസ് ഉണ്ടാവും, ബ്രേക്ക് പാഡ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് പുറമെ നമ്മൾ മാറ്റേണ്ട ഒരു സംഭവമാണ് ഇതിന്റെ സ്പാർക്ക് പ്ലഗ്. ഇതിന്റെ സ്പാർക്ക് പ്ലഗിന് സെറ്റിന് ആൾമോസ്റ്റ് ഒരു 10,000ഓളം, അതായത് 4 സെറ്റിന് ഏകദേശം 10,000 രൂപയാണ് വരുന്നത്. സിംഗിൾ പീസിന് ഒരു 2,000 മുതൽ 2,500 വരെയാണ് ഒരു സിംഗിൾ പീസിന്റെ സ്പാർക്ക് പ്ലഗിന്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ വെഹിക്കിളിന്റെ നമ്മൾ കൂടുതൽ ഞാനിതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ജസ്റ്റ് പറയുന്നില്ല. വെഹിക്കിൾ നമ്മൾ നോർമലി എന്തൊക്കെ മാറുന്നു അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു ആൾമോസ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ രീതിക്കാണ് ഞാൻ ഇതിന്റെ മെയിൻ്റെനൻസ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ടയറാണ്. ടയറിന്റെ ലൈഫ് ഓരോരോ ബ്രാൻഡിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ അതായത് ടയർ ആൾമോസ്റ്റ് 8,000 മുതൽ ടയർ അവൈലബിൾ ആണ്. അത് 30,000 ഉണ്ട്, 40,000 ഉണ്ട്. ഇതൊക്കെ സെറ്റ് അല്ലട്ടോ പറയുന്നത്, സിംഗിൾ പീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ റേറ്റിലെ ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ എന്നാൽ കൂടുതൽ വണ്ടിക്ക് ഡാമേജ് ആവും ചെയ്യരുത്. ഇതിന്റെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഒരു 17 to 25,000 ഒക്കെ ഏകദേശം വരിക. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഒരു 9 to 10 ഒക്കെ ആൾമോസ്റ്റ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് വരും. പിന്നെ ഈ ഇങ്ങനത്തെ ഒക്കെ വെഹിക്കിൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം വെഹിക്കിൾ അഥവാ തട്ട് എന്തെങ്കിലും ചെയ്താലും നമുക്ക് തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് വേറെ എവിടെയും പോയി തട്ടിയാലും അറിയാലോ ഇതിന്റെ ഫണ്ടും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പിന്നെ ഈ ഒരു വെഹിക്കിളിന്റെ അതായത് ഇപ്പോൾ ഇതിന്റെ സർവീസും ഞാൻ പറഞ്ഞു, ഇത് വെഹിക്കിളിന്റെ മോഡലിനനുസരിച്ച് മാറും. ഇത് V6 എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ആവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ നോർമൽ BM-X1 2 ലിറ്റർ സാധാ എഞ്ചിനാണ്. അതിന്റെ M സ്പോർട്ട് വേരിയന്റിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് വരും. മോഡലിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ചേഞ്ച് വരും. കാരണം മോഡൽ കുറയും തോറും ഇതിന് മെയിൻ്റെനൻസ് കൂടി വരും. മോഡൽ കൂടും തോറും മെയിൻ്റെനൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. പിന്നെ ഇതിന് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരിക. ഇപ്പോൾ BM പറയുന്നത് ലൈഫ് ടൈം ആണ് ഇതിന് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ആൾമോസ്റ്റ് ഒരു 1 lakh കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഒക്കെ മാറ്റുന്നത് നല്ലതാണ്. അതൊക്കെ ചേഞ്ച് ചെയ്തതിനാൽ വണ്ടി നമുക്ക്, അതായത് ഈ വെഹിക്കിളിന്റെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക പിന്നീട് ഇതിന് വെക്കാൻ നിൽക്കരുത്. ഇത് നമ്മളൊരു പാർട്ട് ജസ്റ്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ നമുക്ക് കൂടുതൽ മെയിൻ്റെനൻസ് വരികയും ചെയ്യുക, അത് കുറഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം റീപ്ലേസ് ചെയ്യാൻ നോക്കുക. അഡ്ജസ്റ്റ് ചെയ്യാതെ മാക്സിമം റീപ്ലേസ് ചെയ്യാൻ തന്നെ നോക്കുക. അഡ്ജസ്റ്റ് ചെയ്താൽ വീണ്ടും പണി വന്നുകൊണ്ടേ നിൽക്കും. മാറ്റിക്കഴിഞ്ഞാൽ പോതറൈസ്ഡ് സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും 5 കൊല്ലം അതേ ലൈഫിൽ വണ്ടി ഓടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതാണ് നോർമൽ സംഭവം. നമ്മൾ മേജർ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളും, പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗ്, ടയർ, ഇൻഷുറൻസ്, പിന്നെ ബ്രേക്ക് പാഡ്, ഇതപ്പോഴാണ് നോർമലും കാര്യങ്ങളും അതായത് വെഹിക്കിളിൽ നമ്മൾ ഏകദേശം ചെയ്യേണ്ടത്. പിന്നെ ഇതിന് പണി വരുമ്പോഴാണ്, അതായത് ഇതിൻ്റെ സ്റ്റീരിംഗ് ബോക്സ് പോവുക, അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചു പോകുക, അല്ലെങ്കിൽ അറിയാലോ ഓരോരോ ഇന്റേണൽ പാർട്സ് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏതായാലും മേജർ കോസ്റ്റ് വരും. അത് വേറെ കാര്യം. ഇപ്പം നമ്മൾ ലൈറ്റ്സ് ഒക്കെ ആൾമോസ്റ്റ് അറിയാലോ ഒരു 2 lakhന്റെ ഒക്കെ വരുന്നുണ്ട് ചില ലൈറ്റ്സിനും കാര്യങ്ങളൊക്കെ. പക്ഷെ ആഫ്റ്റർ മാർക്കറ്റ് നമുക്കൊരു 30,000 മുതൽ അങ്ങോട്ട് മേലോട്ട് ഇതിന്റെ ലൈറ്റ് അവൈലബിൾ ആണ്. ജെന്യൂൻ അല്ല എന്നുള്ളൂ. പക്ഷെ അതിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് കമ്പനി തരുന്ന വാറണ്ടിക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ട്രാൻസ്മിഷൻ പോകാറിയല്ലോ, ഗിയർ ബോക്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ മേജർ എക്സ്പെൻസീവ് ആണ്, അറിയാലോ വലിയൊരു വില കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഫ്യൂൽ ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആൾമോസ്റ്റ് ഒരു 30,000 കിലോമീറ്റർ ഓടുമ്പോൾ ഇതിന്റെ ഫ്യൂൽ ഫിൽറ്റർ മാറേണ്ടതുണ്ട്. ഈ ഒക്കെ ഒരു കാര്യങ്ങളാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ അതായത് ചെയ്തു പോകേണ്ടത്. 10,000-15,000 കിലോമീറ്റർ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഈ ഒരു ബേസിക് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അറിയാലോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി പടച്ചോന്റെ കയ്യിലാണ്. വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും വണ്ടിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ. നോർമലി ഇതാണ്. ഇതിന് അങ്ങോട്ടും വേരിയൻസ് ചിലപ്പോൾ 1,000-5,000 ഒക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഓരോ കമ്പനിക്കും ഓരോ സ്ഥലത്തിനൊക്കെ അനുസരിച്ചിട്ടാണ്, വണ്ടിന്റെ മോഡലിനൊക്കെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞത് അത് തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനനുസരിച്ച് ചേഞ്ചും കാര്യങ്ങളും വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ സൺഡേ എപ്പിസോഡിൽ ഇങ്ങനത്തെ പല വീഡിയോസ് നമ്മൾ വരുന്നതാണ്. ഒരുപാട് വെഹിക്കിളിന്റെ മെയിൻ്റെനൻസ് അറിയാൻ താല്പര്യമില്ലല്ലോ എന്ത് ചെയ്യുമ്പോൾ തന്നെ കൂടിക്കോളി. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ ഷെർബിൽ SRB എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടുക. അപ്പോൾ അതാണ് ഈ ഒരു വെഹിക്കിളിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോക്കും വരുന്നത് വരെ ബൈ.